തറവാട്ടുകാര് മുഴുവനും ഉണ്ട്. അതിനിപ്പോ എന്താ, നീ പോയി വാതിലോർക്ക്. എടീ, അയാളുണ്ട്. എന്നെ കണ്ട കുഴപ്പാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? വാതില് തുറക്കൂ. അയ്യോ, കുട്ടി വാതില് തുറക്കാൻ. കുട്ടി വാതില് തുറക്ക്. എവിടെ കളം വരച്ച കുട്ടി? ആ കുട്ടിയോടെ ഇല്ലേ? ഞാനിവിടെ ഉണ്ട്. മോളുടെ കുളിയൊന്നും ഇതുവരെ കഴിഞ്ഞില്ലായിരുന്നോ? ഇല്ല, കുളിക്കണം. എന്നാ പിന്നെ അയാളെ കുളിച്ചായിട്ട് മുത്തശ്ശി, നമുക്ക് പിന്നീട് വരാം. അയ്യോ കുഴപ്പമില്ല. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. തിരുമേനിമാർക്കൊക്കെ കുട്ടിയെക്കുറിച്ച് വലിയ അഭിപ്രായമാണ്. കുട്ടി ഉണ്ടായതുകൊണ്ട് മാത്രമാ ഈ നാഗപൂജ ഇത്രയും ഭംഗിയായിട്ട് നടന്നെന്നാ അവരെല്ലാവരും പറയുന്നേ. ഒരർത്ഥത്തിൽ ഞങ്ങളുടെ തറവാടിന്റെ പാരമ്പര്യം തന്നെയാ കുട്ടി കാത്തു സൂക്ഷിച്ച. നന്നായി മോളെ, ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കുട്ടിക്കായിട്ടുണ്ടാവും. കളരിക്കൽ തറവാടിന് ഇത്രയും നല്ല കാര്യം ചെയ്ത കുട്ടിക്ക് ഞങ്ങളുടെ വക ഒരു സമ്മാനമുണ്ട്. ഇത് പാരമ്പര്യമായിട്ട് കളരിക്കൽ തറവാട്ടിൽ സൂക്ഷിക്കുന്നതാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകമായത്. ഇതിന്റെ അവകാശി ഇനി മോളാ. സുമിത്രേ, ഇത് കുട്ടിയുടെ കയ്യിൽ ഇട്ടുകൊടുക്കൂ. കൈനീട്ട്. ഈ വിനയവും ഐശ്വര്യവും എന്നും ഈശ്വരൻ നിലനിർത്തി തരട്ടെ. എന്നാ പിന്നെ മോളുടെ കുളിയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ശരി. ഉപദ്രവിക്കാൻ വന്നവരാരാണെന്ന് എനിക്കറിയില്ല. രക്ഷിക്കാൻ വന്നവരെ അറിയില്ല. ദ്രോഹിക്കാൻ വന്നവരെ എനിക്കറിയാം. മംഗളത്ത് ഗ്രൂപ്പും കളരിക്കൽ ഗ്രൂപ്പും ഒന്നിച്ചു ചേരുന്നത് ഇഷ്ടപ്പെടാത്തവര് ഈ ബിസിനസ് ലോകത്ത് ഒരുപാട്. അവരാരെങ്കിലും ഒന്ന് കണക്ക് തീർക്കാൻ നോക്കിയതാവും. അല്ലെങ്കിൽ പിന്നെ വേറൊരു സാധ്യതയും കൂടിയുണ്ട്. അതെന്താ മാഡം? എന്താ നിർമ്മലേ? ഒരു മിനിറ്റ്. ഹലോ മാഡം. ആവശ്യത്തിന് പണം തന്നതല്ലേ ഞാൻ, എന്നിട്ട് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഞങ്ങൾ അവളെ പിടിച്ച് കാറിൽ കയറ്റാൻ തുടങ്ങിയതായിരുന്നു മാഡം. അപ്പോഴേക്കൊരു പെണ്ണ് വന്ന് ഞങ്ങളെ തടഞ്ഞു. ഏതാ ആ പെണ്ണ്? ആര് നിങ്ങളെ തടഞ്ഞു? ഞങ്ങൾക്കറിയില്ല. ഇരുട്ടിന്ന് ഒരു പ്രത്യക്ഷപ്പെടലായിരുന്നു. എല്ലാവരും ചേർന്ന് അവളെ രക്ഷപ്പെടുത്തി. ഓ, ഒന്ന് വെച്ചിട്ട് പോണോ? ഇനി മേലെ എന്നെ വിളിച്ചേക്കരുത്. എന്താണെന്നും ഇരുട്ടത്ത് ആരൊക്കെയോ പ്രത്യക്ഷപ്പെട്ട് അവരെയൊക്കെ അങ്ങ് തടഞ്ഞു. അല്ല, ഇവിടെ ഇപ്പൊ ആരങ്ങനെ പ്രത്യക്ഷപ്പെടാൻ? അവന്മാർ കള്ളന്മാരാണ്. അവന്മാർക്ക് കിട്ടിയ കാശ് കൊണ്ട് വലിഞ്ഞ്. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞതാണ് നിന്നോട് ഇതൊന്നും വേണ്ട. മതി, ചെന്ന് കാണുന്നുണ്ട് ഞാൻ അവന്മാരെ. നാണമുണ്ടോ അമ്മയ്ക്ക്? എന്തെങ്കിലും ഒരു കാര്യം നേരെ ചൊവ്വ ചെയ്തിട്ടുണ്ടോ? മിണ്ടരുത്. നിശ്ചയം മുടക്കാന്നും വിവാഹം നടത്താന്നും എന്തെങ്കിലും ഒരു വാക്ക് അമ്മയുടെ നാവിന്ന് വീണാലുണ്ടല്ലോ. നീ ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിരിക്കും. നിശ്ചയം നടക്കുമായിരിക്കും. ഇത് പണ്ടുകാലത്ത് മരിച്ചുപോയവരുടെ ഛായാചിത്രങ്ങളും ഫോട്ടോയും ഒക്കെ നിർബന്ധമായിട്ടും വെക്കുമായിരുന്നല്ലോ. എല്ലാം കാരണവന്മാര് ചെയ്തതാ. പക്ഷേ സ്ത്രീകളുടെ ചിത്രം മാത്രമേ ഉള്ളല്ലോ. മരിച്ചുപോയ പുരുഷന്മാരുടെ ഫോട്ടോയൊക്കെ അത് ഇവിടെ തന്നെ വേറെ മുറിയിലുണ്ട്. മരണത്തിൽ പോലും ആൺ പെൺ വ്യത്യാസം അല്ലേ? ഇവരൊക്കെ ഈ പ്രായത്തിലാണോ മരിച്ചത്? അങ്ങനെയൊന്നുമില്ല. പലരുടെയും ചിത്രം പല പ്രായത്തിലാണല്ലോ വരയ്ക്കുന്നതും എടുക്കുന്നതും ഒക്കെ. സിത്താര വരൂ, അവിടെ മുഹൂർത്തത്തിന് സമയമായി. ഈ മുറിയിലേക്ക് കയറിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. ഇവിടെ മാത്രം തറയ്ക്ക് വല്ലാത്തൊരു തണുപ്പ്. അടച്ചിട്ടിരിക്കുന്ന മുറിയായിട്ട് പോലും കാറ്റൊക്കെ വന്ന് പൊതിയുന്ന പോലെ. എന്താ അത്? അത് സിത്താരയ്ക്ക് വെറുതെ തോന്നുന്നതാ. തറവാട് വീടുകളെ കുറിച്ച് പലതും കേട്ട് മനസ്സിൽ വെച്ചിട്ടാ. സിത്താര ചെല്ലേ, വാ. ഈശ്വര, അതിനുശേഷം ഭക്ഷണം
എന്താടോ? അയ്യേ, ഇതെന്തോന്നാ സാറേ? ഇതാണോ കല്യാണ നിശ്ചയത്തിനുള്ള വേഷം? ഇതിനെന്താ കുഴപ്പം? എന്റെ പൊന്ന് സാറേ, ഇത്രയും വലിയൊരു തറവാട്, ഇന്നലെ സർപ്പക്കാവും സർപ്പം തൊള്ളലും ഒക്കെ നടന്ന ഒരു അന്തരീക്ഷം. അയ്യേ, ഇതിനിടയ്ക്ക് സാറ് ഈ കോട്ടുസൂട്ട് ഇട്ടപ്പോ ഈ മോരുമുതിരയും പോലെ അങ്ങനെ ഒരു ചേരായ്മ. എടോ, വന്നു നിൽക്കുന്നത് തറവാട്ടിലാണെങ്കിലും ഞാൻ നവീൻ ഗോപാൽ വർമ്മ തന്നെയല്ലേ. എനിക്കിത് മതി. അത് പോരാ. നീ എന്താടാ ബിസിനസ് മീറ്റിംഗിന് പോവാണോ? മാണിക്കുഞ്ഞെ, മുണ്ടും ഷർട്ടും ഒക്കെ പെട്ടിലിരിപ്പില്ലേ? അതെത്ര വേണേലും ഉണ്ട്. മുത്തശ്ശി, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്താണോ അതുപോലല്ലേ ആളുകൾ നമ്മളെ കാണേണ്ടത്. ദേ, ഞാനൊരു കാര്യം പറയാം. നീ നിർബന്ധ ബുദ്ധി പിടിക്കുന്നതൊക്കെ നിന്റെ ഓഫീസില്, നിന്റെ ബിസിനസ്സില്. ഇത് കളരിക്കൽ തറവാടാ. ഇവിടുത്തെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ എനിക്കറിയാം. എന്താ മാണിക്കുഞ്ഞെ മിഴിച്ചു നിൽക്കുന്നേ? ഡ്രസ് എടുത്തോണ്ടൊന്ന് കൊടുക്ക്. ഡ്രസ്സൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് മുത്തശ്ശി. കോടിമുണ്ട് ഷർട്ടും ഇട്ട് ആദ്യം അമ്പലത്തിൽ പോണം. അവിടെ തൊഴുതു പ്രാർത്ഥിച്ച് നെറ്റിയിൽ ചന്ദനം ഇട്ടിട്ട് വേണം നിശ്ചയം നടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ. കേട്ടല്ലോ നീ? ഈ മുത്തശ്ശിയുടെ ഓരോ നിർബന്ധങ്ങൾ. നിർബന്ധിക്കാൻ മുത്തശ്ശിമാരുള്ളത് കൊണ്ടാടാ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത്. ആ, പെട്ടെന്നാവട്ടെ. ആ, ഞാൻ പറഞ്ഞപ്പോ സാറ് കേട്ടില്ലല്ലോ. അല്ലേലും അത് അങ്ങനെ തന്നെയാ. കാരണവര് തന്നെയാ, തൊഴിലാളി. മതിയടോ, താനൊരു കാര്യം ചെയ്യും. അകത്ത് എവിടെയെങ്കിലും ചന്ദനം ഇരിക്കുന്നുണ്ടെങ്കിലേ കുറച്ചും എടുത്തോണ്ട് വാ. അതെന്തിനാ? അത് അമ്പലത്തിൽ പോകുമ്പോ കിട്ടൂല സാറേ. എടോ, എനിക്ക് അങ്ങോട്ടൊന്നും പോവാൻ വയ്യ. തന്നോട് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ പറഞ്ഞാൽ അത് ചെയ്താൽ മതി. ഓ, ഇയാള് നന്നാവത്തില്ല.